മാതൃഭൂമി പത്രത്തിന്റെ പ്രതിനിധിയും റിപ്പോർട്ടറും ശശികുമാർ എൻ്റെ ഇല്ലത്തുള്ളപ്പോൾ ഞാൻ നിർദ്ദേശിച്ചതനുസരിച്ച് കാറെടുത്തു വന്നു. 25 ചിത്രങ്ങളെടുത്തു ശശികുമാറിന്റെ, അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ. 2 മണിക്കൂർ ഇന്റർവ്യൂ ചെയ്തു. ലേഖനം തയ്യാറാക്കി രാത്രി 10:30 മണിക്ക് എന്നെ ഫോണിൽ വിളിച്ചുണർത്തി ലേഖനം വായിച്ചു കേൾപ്പിച്ചു, എൻ്റെ അംഗീകാരത്തിനെന്നും പറഞ്ഞിട്ട്. പിറ്റേ ദിവസം പത്രത്തിൽ ലേഖനമില്ല, അതിൻ്റെ പിറ്റേ ദിവസവും ഇല്ല, അതിൻ്റെ പിറ്റേ ദിവസവും ഇല്ല. ചോദിച്ചപ്പോൾ മേലാവിലിൻ്റെ കൽപ്പനയാണ് പ്രസിദ്ധീകരിക്കുന്നതെന്ന്. മാതൃഭൂമി പത്രത്തിൻ്റെ കഥ ദേശീയ ദിനപത്രമെന്നാണ് പറഞ്ഞേ. ഞാൻ എൻ്റെ വ്യക്തിപരമായ സ്വാധീനം ഉപയോഗിച്ച് ഒരാളെ ടെലിഫോണിൽ പിടികൂടി. അദ്ദേഹം പറഞ്ഞു, പത്രാധിപർക്ക് പേഴ്സണൽ അഡ്രസ്സിൽ ഫാക്സ് ചെയ്യൂ, ഫാക്സ് നമ്പർ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് ഞാൻ ഫാക്സ് ചെയ്തു. മാതൃഭൂമിക്കാരും കഴിഞ്ഞില്ല. ഞാൻ ലേഖനം തയ്യാറാക്കി മാതൃഭൂമിക്ക് അയച്ചു, അവർ മടക്കി അയച്ചു, പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. ശശികുമാറിനെ കുറിച്ചൊരു ലേഖനം തയ്യാറാക്കി, അയച്ചില്ല, പ്രസിദ്ധീകരിച്ചില്ല. വീണ്ടും തയ്യാറാക്കി ഈ പറഞ്ഞ ആളെ കൊണ്ട് ഫോണിൽ പറയിപ്പിച്ച കോഴിക്കോട്ടേക്ക് ഫാക്സ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം ഒരു ഫോണ് ആ സുഹൃത്തിൻ്റെ, അയ്യോ അദ്ദേഹം ഡൽഹിക്ക് പോയിരിക്കണോ, അതുകൊണ്ട് ഡൽഹിയിലത്തെ മാതൃഭൂമിയുടെ ഫാക്സ് നമ്പർ തരാം, അയച്ചു. പിന്നെ 2 ആഴ്ച തുരുതുരെ ഫോൺ കോളുകൾ. എൻ്റെ ടെലിഫോൺ ബില്ല് ഒരു 800 രൂപ ആ മാസം കൂടി. ഒടുക്കം കിട്ടിയ മറുപടി പത്രാധിപർ ഗോപാലകൃഷ്ണനിൽ നിന്ന്, ഹിന്ദുക്കളുടെ കാര്യമായതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല. ക്രിസ്ത്യാനിയുടെ ആണെങ്കിൽ താല്പര്യമുണ്ട് കേട്ടോ, ഇസ്ലാമിൻ്റെ ആയാലും താല്പര്യമുണ്ട്. 8 കോളം ഹെഡിങ്ങിൽ മാതൃഭൂമി വെണ്ടയ്ക്ക് തലക്കെട്ട് വയ്ക്കും, ചിത്രങ്ങൾ വിടും. പക്ഷേ മനുഷ്യരാശിക്ക് മുഴുവൻ ഭാവി ഭാഗധേയം തിരുത്തി എഴുതാൻ പ്രാപ്തമായ ഈ അത്യത്ഭുതകരമായ കണ്ടുപിടുത്തത്തെക്കുറിച്ചൊരു വാചകം എഴുതാൻ ദേശീയ പത്രമെന്ന് ദുരഹങ്കാരം കൊള്ളുന്ന മാതൃഭൂമി തയ്യാറില്ല. ഞാൻ അതോടെ പത്രങ്ങളെ സമീപിക്കുന്ന പരിപാടി നിർത്തി. ഈ 2 കമ്പിയും കൊണ്ട് പ്രാന്ത് പിടിച്ച് നടക്കുക നാട് മുഴുവൻ. ആര് വിളിച്ചാലും പോവും, എവിടെ ചെന്നാലും, തളിപ്പറമ്പിലടക്കം. ഉള്ളിൽ ശങ്കയുണ്ട്, ശശികുമാറിന്റെ നാട്ടിൽ ഞാൻ വരാൻ പാടോ? സാരല്ല, അദ്ദേഹത്തിന്റെ ദൗത്യമാണത്, ഞാനത് നിർവഹിക്കണം. വളരെ വളരെ ദയനീയമാണ് ഹിന്ദുക്കളുടെ സംഘടിതാവസ്ഥ. ഹിന്ദുക്കൾ സംഘടിതരാണെങ്കിൽ മാതൃഭൂമി ഇത് പറയുമോ? പറഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ അവന്റെ ആഫീസുകൾ പൂട്ടില്ലേ ഇവിടെ? നമ്മൾ സംഘടിതരല്ല. ഞാൻ മാതൃഭൂമി ഓർമ്മ വെച്ച പിന്നെ വായിച്ചിരുന്ന മാതൃഭൂമിയാണ്, നിർത്തി. എൻ്റെ അകത്തുള്ള ആൾ സങ്കടം പറയണോ, വിഷമം പറയുന്നുണ്ട്. പക്ഷെ എത്ര ആൾ നിർത്താൻ തയ്യാറുണ്ട്? ഇവിടെ RSS ഉണ്ട്, വിശ്വ ഹിന്ദു പരിഷത്തുണ്ട്, ക്ഷേത്ര സംരക്ഷണ സമിതിയുണ്ട്, ബജ്രംഗ് ദളുണ്ട്. ഒരൊറ്റയാള് മാതൃഭൂമിക്കെതിരായിട്ട് ശബ്ദിക്കാൻ തയ്യാറില്ല, സംഘടിതരല്ല. ഇനി ഉണ്ടെങ്കിൽ ഒരു ജാതി, നായർക്ക് SNDP, ചോന് അല്ല നായർക്ക് NSS, ഈഴവന്മാർക്ക് SNDP, മറ്റു വേറൊരു സംഘടന, എല്ലാവരും വിഘടിതരാണ്. ഹിന്ദുവിന് സംഘടനയില്ല ഇവിടെ. വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പേരുണ്ട്, പക്ഷെ ഒന്നും ചെയ്യില്ല. വളരെ വളരെ ദുഃഖിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ. പക്ഷെ ഞാൻ എൻ്റെ ഈ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം എൻ്റെ തൊണ്ടയ്ക്ക് വിഷമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ശബ്ദം പുറത്തു വരാതാവുന്നത് വരെ ഞാൻ ഈ സന്ദേശം കൊണ്ട് നടക്കും. അനുകൂല ഫലം ഉണ്ടാകുന്നതാണ്. ഞാൻ ഡെഡ് ലൈൻ വെച്ചിട്ടുള്ളത് 2003 സെപ്റ്റംബർ 1-ാം തീയതി. അന്നൊക്കെ കേരളീയര് ഭാരതീയ ആചാരങ്ങളുടെ മഹത്വം മനസ്സിലാക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിന് ജാതീയമായ അതിർവരമ്പിടുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. നമ്മൾ ഒരു മതക്കാരെയും ചെറുതാക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല. എല്ലാവർക്കും ഗുണം കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. പുറം തോർത്തിയാൽ, മുണ്ട് കുടഞ്ഞാൽ അതിൻ്റെ ഗുണം ബ്രാഹ്മണർക്കും ഹിന്ദുക്കൾക്കും മാത്രമാണോ? എല്ലാവർക്കും ഇല്ലേ? ഇനി നമുക്ക് സമയം, ഒരു കുട്ടി ഒന്ന് നമ്മൾ കിടക്കണേൻ്റെ പ്രാധാന്യം ഒന്ന് നോക്കാൻ ഒരു കുട്ടി ഒന്ന് കൊണ്ടുവരണല്ലോ. വരൂ മിടുക്കാൻ.